ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കിളികൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റവും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ കിളികൾക്ക് വെള്ളവും തീറ്റയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് അവർ എന്താണെന്നറിയില്ല, ഇന്നലെ തീറ്റ കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ നോക്കിയപ്പോൾ. അപ്പോൾ അതിൻ്റേതായ ഒരു വിശപ്പ് അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക, കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം എനിക്ക്. അങ്ങനെ കിളികളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് അവിയലും സാമ്പാറും രസം അതേപോലെ കൂട്ടുകറിയും അങ്ങനെ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുളിയിഞ്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യക്കൂട്ടനെ ഓണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവനെ കണ്ടിട്ടില്ലായിരുന്നു ഇട്ടത്. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് അവനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു, പൂക്കളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അവന് ജസ്റ്റ് തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ഒരു ചട്ടിനി പോലത്തെ ഈ ഒരു കറിയും പിന്നെ സ്പെഷ്യലായിട്ട് സേമി പായസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം മുറ്റത്തുള്ള ചെടികളൊക്കെ എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടന് വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായെന്ന് അറിയാൻ വേണ്ടി ഏട്ടൻ വീഡിയോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ടതാണ് ഈ ഒരു വീഡിയോസും. പിന്നെ എല്ലാം നന്നായിട്ട് വളർന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പേരക്കയിൽ ചെറിയൊരു മുട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാതും നല്ല വൃത്തിക്ക് ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ ഒരു മാവ് മാത്രമാണ് വലിയൊരു മെച്ചില്ലാതെ നിന്നുകൊണ്ടിരിക്കുന്നത്. തെളിർത്ത് നിലകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അത് ആ ഒരു നിപ്പാണ്, വേറൊന്നും കായ ഇലകളോ ഒന്നും ഉണ്ടാവുന്നില്ല. അതേപോലെ അടയ്ക്കാപ്പഴം പിന്നെ അതേപോലെ ചാമ്പയ്ക്ക ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾക്ക് വാങ്ങിയതിൽ ഏറ്റവും ഒരു മുതലായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. ചെറുനാരങ്ങ നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പഴങ്ങ ഉപ്പിലിട്ടേക്കാൻ മാത്രം അത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറിയൊരു മുട്ടുണ്ടായിരുന്നു ഈ പേരയ്ക്കയ്ക്ക്. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മഞ്ചേരിക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. മഞ്ചേരി ഫാമിലിക്കാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും നോക്കുന്നതിന് മുന്നതാ അവിടെ ഈ ഒരു കമ്പം തേനും ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കണ ഒരു ഏരിയ കണ്ടപ്പോൾ പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാറുക്കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദിക്കായാലും എനിക്കായാലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അനിയൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എല്ലാവർക്കും എടുത്തത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് പോണേൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു കുറേ പൂക്കളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓണത്തിന് പൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ അതേപോലെ വേറൊരു ഇതുണ്ട്, എൻ്റെ വീട്ടിൽ നിറച്ച് പുളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുളി ഞാനും അതിന് ചേച്ചിമാർ വീട്ടിൽ പോയ സമയത്ത് കഴിച്ചിട്ടുള്ള വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.